recent or incident in the Kerala. I won't take the names. So there was one particular reviewer who was targeting a specific star for a long time. Then the star called him. பிரச்சனை என்னடா சார் உங்க பத்தி சொன்னாதான் அரி வாங்க முடியும். ஓகே பண்ணிக்கோ. So this really happened. And ലോങ് ടൈം ഒരു സ്റ്റാറിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. അതായത് നമ്മളെ ഉണ്ണിയേട്ടനെ സീക്രട്ട് ഏജന്റിന്റെ ഇഷ്യൂ ആണ് നമ്മളെ മഞ്ജുമൽ ബോയ്സ് ഡയറക്ടർ ചിദംബരം പറയുന്നത്. സത്യം പറഞ്ഞാൽ ആ ഇഷ്യൂ അറിയാവുന്നവർക്ക് കുറച്ചും കൂടെ ക്ലിയർ കട്ടായിട്ട് അറിയാം. അതൊരു ലോങ് ടൈം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. മാളികപ്പുറം സിനിമ റിലീസ് ചെയ്ത സമയത്ത് ഒരു 3 വീഡിയോ സീക്രട്ട് ഏജന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെവിടെയോ ഒരു വീഡിയോയിൽ വന്നിട്ട് നമ്മുടെ ഉണ്ണിയേട്ടനെ സംക്രാന്തി സ്റ്റാർ എന്നും പറഞ്ഞിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മെയിൻ ഇഷ്യൂ ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കേസ് മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ച ആ പെൺകുട്ടിയെ കുറിച്ച് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്തോ വിമർശനം നടത്തിയെന്ന് ആരോപിക്കുന്നുണ്ട്, ഉണ്ണിമൂന്തൻ ആരോപിക്കുന്നുണ്ട്. പക്ഷെ അതില്ലെന്നാണ് നമ്മുടെ പാൻ ഇന്ത്യൻ ഊക്ക് കിട്ടിയ സീക്രട്ട് എന്നാണ് പറയുന്നത്. ഇപ്പൊ പാൻ ഇന്ത്യൻ ഊക്ക് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇൻസ്റ്റയിലൊക്കെ വരുന്നത്. അത് സിനി ഉൽഖം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം വന്നൊരു ഇന്റർവ്യൂ ആണ്. അതിൽ നമ്മുടെ കുറെ ഡയറക്ടേഴ്സ് ഉള്ള ഒരു ഇന്റർവ്യൂ. അതായത് നമ്മുടെ വെങ്കട് പ്രഭു ഉണ്ടായിരുന്നു, രാജ്കുമാർ പെരിയസ്വാമി അമരൻ സിനിമയുടെ ഡയറക്ടറാണ്, പിന്നെ നിതിലൻ സ്വാമിനാഥൻ വന്നിട്ട് മഹാരാജ സിനിമയുടെ ഡയറക്ടറാണ്, പിന്നെ മഞ്ജുമൽ തമിഴായോണ്ട് മഞ്ജുമൽ ബോയ്സ് ഡയറക്ടർ ചിദംബരം ഉണ്ടായിരുന്നു. ചിദംബരം വന്നിട്ട് ആ ഒരു പോർഷനിൽ റിവ്യൂസിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആ ഒരു വാക്ക് പറഞ്ഞത്. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മുടെ സീക്രട്ട് അണ്ണൻ പ്രതികരിച്ചത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. വെൽക്കം സീക്രട്ട് അണ്ണൻ. ഓക്കെ, പിന്നെ അരിയുടെ കാര്യം എടുത്തെടുത്ത് പറയുന്നു. ചിദംബരത്തിന്റെ സിനിമ ഹിറ്റായ സമയത്ത് ചിദംബരത്തിന് കിട്ടിയത് ആട്ടുംകാട്ടൊന്നുമില്ല, അരി തന്നെയല്ലേ. അതുകൊണ്ട് സിനിമാക്കാരെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കും, നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്, അവർ സിനിമ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പൈസയാണ്. പൈസ കൊണ്ട് നമ്മൾ മേടിക്കുന്നത് അരിയാണ്. അരിയാഹാരം കഴിക്കാനും അരി കുടിക്കാനും തിന്നാനും ജീവിക്കാനുമാണ്. ആട്ടുംകാട്ടം തിന്നാൻ ആരും ഇവിടെ ബിസിനസ് നടത്തുന്നില്ല. അണ്ണൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും അരി മേടിക്കാനാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം മാളികപ്പുറം എടുക്കുകയാണ്, ആ സിനിമ അവർ ഭക്തി അതിനകത്ത് കച്ചവടം നടന്നിട്ടില്ല. ഭക്തി എന്ന് പറയുന്ന ഒരു സംഭവം ആ സിനിമയ്ക്കകത്ത് നമ്മൾ ഒരുപാട് തിയേറ്ററിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അമ്മൂമ്മമാര് പാവപ്പെട്ട അമ്മമാർ ഇരുന്ന് ആ സിനിമ കണ്ടിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്. മലയാളത്തിലെ നന്ദനം പോലത്തെ ഒരു സിനിമ ഇറങ്ങിയിട്ട് ലോങ് ടൈം കഴിഞ്ഞിട്ട് വന്ന ഒരു സിനിമയാണ് മാളികപ്പുറം. ഒരു ഭക്തിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അതിനകത്ത് നല്ല രീതിയിൽ ഭക്തി എന്ന് പറഞ്ഞ ഒരു സംഭവം മാർക്കറ്റ് ചെയ്തിരുന്നത്. മണ്ഡലകാല സമയത്തായിരുന്നു ആ സിനിമ റിലീസ് ചെയ്തിരുന്നത്. ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടു. അത് വേറൊരു റീസൺ. എവിടെയെങ്കിലും ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞും മീഡിയ എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. യൂട്യൂബ് ആയാലും അത് ടെലിവിഷൻ ചാനലായാലും സിനിമ ആയാലും അത് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ചില യൂട്യൂബിൽ വന്ന് നോക്കുമ്പോൾ തുറസായിട്ടിരുന്ന് കുറ്റം പറയുന്നു. ഈ കുറ്റം പറയുന്നത് കേൾക്കാൻ ആളുള്ളത് കൊണ്ടല്ലേടെ പിന്നെയും ഇത് പറയുന്നത്. ഈ സിനിമയ്ക്ക് അരിയണ്ണ റിവ്യൂ ഇടുന്നത് കാണാൻ ആളില്ലെങ്കിൽ അദ്ദേഹം ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മാർക്കോ സിനിമ 5-6 ലക്ഷം പേര് കണ്ട്. അത് കാണാൻ 5-6 ലക്ഷം എന്ന് പറയുന്നത് തന്നെ വലിയൊരു കൗണ്ടാണ്, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കൗണ്ടാണ്. ആ കൗണ്ടിൽ ആൾക്കാർ വന്നിരുന്നത് കാണുന്നുണ്ടെങ്കിൽ അത് കാണാൻ ആളുള്ളത് കൊണ്ടാണ് കാണുന്നത്. ഇന്ന് 90% ആൾക്കാർ റിവ്യൂ ഒക്കെ നോക്കി തന്നെയാണ് സിനിമയ്ക്ക് പോകുന്നത്. പണ്ട് 27 ടിക്കറ്റ് എടുത്തിട്ട് 10 രൂപ പോപ്കോൺ വാച്ച് പോയി തിന്നിരുന്ന് ഫാമിലിയോടെ ഇന്ന് സിനിമയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പൊ സിനിമയ്ക്ക് അങ്ങനെ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ ആ സിനിമ അത്രയും നല്ല കിട്ടില്ല പടമായിരിക്കണം, മനസ്സിലായ. അല്ലാതെ വല്ല ചാള പടത്തിനും പോയി ഇരുന്നിട്ട് ഇത്രയും പൈസ 1500 രൂപ ഒരു ഫാമിലിക്ക് സിനിമയ്ക്ക് പോകുമ്പോൾ മുടക്കും. അപ്പൊ അങ്ങനെ പോയിരുന്ന ഒരു ഫാമിലി സിനിമ കാണണമെങ്കിൽ അത് അത്രയും നല്ല സിനിമ ആയിരിക്കണം. അപ്പൊ ആ സിനിമയെ കുറിച്ച് അറിയാൻ അവർ റിവ്യൂ കാണും. വെള്ളിയാഴ്ച ഒരു സിനിമ ഇറങ്ങിയാൽ നമ്മുടെ കയ്യിലെല്ലാം ഇന്ന് മൊബൈൽ യൂസ് ചെയ്യാത്ത ആൾക്കാരില്ല. കുഴിയിലേക്ക് കാല് തീട്ടിരിക്കുന്ന അപ്പന്മാർക്ക് വരെ ഫേസ്ബുക്കുള്ള കാലമാണ്. അപ്പൊ അവർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സിനിമയുടെ റിവ്യൂസ് കാണാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അതുകൊണ്ട് 90% ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് തന്നെ പോണത്. അപ്പൊ അരിയണ്ണൻ പറയുന്നത് പോലെ നമ്മളിവിടെ വന്നതും കുറെ മാമാർ അരിയണ്ണൻ കുറ്റം പറയണം, ആനയാണ് ചേനയാണെന്ന് കുറെ മാരിന്ന് കമന്റ് അടിക്കുന്നു. ഇവന്മാരാരും ഇന്ന് വരെ ഒരു റിവ്യൂ കണ്ടിട്ട് സിനിമയ്ക്ക് പോകാത്ത ആമാരായിരിക്കണം, മനസ്സിലായി. ഇവനൊക്കെ എല്ലാം ഫേസ്ബുക്ക് കുറ്റം പറയുന്നത് കേൾക്കാം. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ പറയുന്ന അരിയണ്ണനും നമ്മുടെ ഉണ്ണിമൂന്തനും തമ്മിലുള്ള തെറിവിളി മില്യൺസ് ആണ് കണ്ടിരിക്കുന്നത് യൂട്യൂബിലൊക്കെ നോക്കുകയാണെങ്കിൽ. അപ്പം അരിയണ്ണൻ പിന്നെ ഈ ഉണ്ണിമുകുന്ദന്റെ വീഡിയോ ചെയ്തിട്ട് അരി മേടിക്കണമെന്നല്ല പുള്ളി പറഞ്ഞു തുടങ്ങിയത്. പുള്ളി എനിക്ക് തോന്നുന്നു കുറെ കാലം മുന്നേ തന്നെ ചുമ്മാ അരി വീഡിയോ അല്ലെങ്കിൽ കമന്റ് ഇടണമെമ്പോൾ അരി മേടിക്കാനുള്ള കമന്റ്സ് വന്നു എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ട്. അത് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ ടാർഗറ്റ് ചെയ്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല.